നേരത്തെ ഡോറ് വെളിയിൽ നിന്ന് പരമാവധി തുറക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ നോക്കി അത് രണ്ടും പറ്റാത്തതുകൊണ്ടാണ് അകത്ത് മറ്റേ ഇതിട്ടേക്ക് പട്ടയിട്ടേക്ക് വൈഡാകും. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് അടച്ചിട്ട വീടിൻ്റെ വാതിലുകൾ തകർത്ത് വൻ മോഷണം നടത്തിയിരിക്കുന്നത്. കുളത്തൂപ്പുഴ കല്ലുവട്ടാങ്കുഴി ശ്രീനാരായണ വിലാസത്തിൽ പ്രതാപൻ്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പ്രതാപൻ അസുഖബാധിതനായി ഏറെ നാളായി കുടുംബത്തോടെ ബന്ധുവീട്ടിലാണ് താമസിച്ചു വരുന്നത്. ഇവിടെ നിന്നാണ് ചികിത്സയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് പോയിരുന്നത്. എന്നാൽ ശനിയാഴ്ച, അതായത് ഇന്ന് ഉച്ചയോടെ പ്രതാപൻ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അലമാര ഉൾപ്പെടെയുള്ളവ കുത്തി തുറന്ന് നശിപ്പിച്ച നിലയിലാണ്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4 ലക്ഷത്തിലധികം രൂപ മോഷണം പോയി എന്നുള്ളതാണ് പ്രധാനമായ വിവരം. പ്രധാന വാതിലിൻ്റെ പൂട്ട് തല്ലിത്തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നിരിക്കുന്നത്. ഇരുനില വീടാണ്. ഈ വീടിൻ്റെ എല്ലാ വാതിലുകളും പൊളിച്ച് മുറികളിൽ കടന്ന് അലമാരകളെല്ലാം തകർത്ത നിലയിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. വീട്ടിലെ ഈ അലമാരയ്ക്കുള്ളിലേക്ക് തുണികൾ ഉൾപ്പെടെയുള്ളവ വാരി വലിച്ചിട്ട നിലയിലാണ്. ബന്ധുവീട്ടിലായിരുന്ന പ്രതാപൻ്റെ ഭാര്യ സ്ഥലത്തെത്തിച്ചേർന്നിട്ടില്ല. മോഷണത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കി നഷ്ടം കണക്കാക്കി വരുന്നതേയുള്ളൂ. മോഷണം ഏത് ദിവസമാണ് നടന്നതെന്ന് കണ്ടെത്താനും ഇതുവരെ പ്രാഥമികമായി കഴിഞ്ഞിട്ടില്ല. 10 ദിവസങ്ങൾക്ക് മുമ്പ് സമീപവാസിയ ഒരു സ്ത്രീ വീട്ടിലെത്തി വീട് വൃത്തിയാക്കി മടങ്ങിയിരുന്നു. അതിനാൽ അതിനുശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ കവർച്ച നടന്നതെന്നാണ് പോലീസും ഇപ്പോൾ കരുതുന്നത്. എന്തായാലും കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതാപിൻ്റെ മൊഴിയെടുത്ത് കേസെടുത്ത പോലീസ് സമീപത്തെ നിരീക്ഷണ ക്യാമറകളും പരിശോധിച്ച് വരികയാണ്. ഇനി നാളെയോടെ വിരളയാടൽ വിദഗ്ധരെയും ഫോറൻസിക് സംഘത്തിൻ്റെ ഉൾപ്പെടെ സേവനം ലഭ്യമാക്കി പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് കുളത്തൂപ്പുഴ പോലീസ് ഇപ്പോൾ ഉള്ളത്. അതേസമയം തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് അമ്പലക്കടവിലും ഒരു പെട്ടിക്കടയിൽ മോഷണം നടന്നതായി പറയുന്നുണ്ട്. ഏതാണ്ട് 1000-ഓളം രൂപ മാത്രമാണ് ഇവിടുന്ന് പോയത്. അത്തരത്തിൽ ഈ കനത്ത മഴയിൽ ഒരു പക്ഷേ ശ്രദ്ധ തിരിയുന്ന ശബ്ദങ്ങളൊന്നും പുറത്ത് കേൾക്കില്ല എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. എന്തായാലും കുളത്തൂപ്പുഴ കല്ലുവട്ടാങ്കുഴി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീട്. വലിയ വീടാണ്, ഇരുനില വീടാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കല്ലുവട്ടാങ്കുഴിയിൽ സ്ഥിരതാമസമായിരുന്ന പ്രതാപ് എന്ന് പറയുന്ന ആൾ കുറച്ചധികം കാലമായിട്ട് സുഖമില്ലാത്ത ചികിത്സയിലായിരുന്നു. അപ്പോൾ അടുത്ത കുറച്ച് നാളുകൊണ്ട് ബന്ധുവീട്ടിലുമായിരുന്നു. അപ്പോൾ ദീർഘകാലമായി അടച്ചു കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഇന്നിപ്പോൾ അദ്ദേഹം വീട്ടിലെത്തി പരിശോധിക്കുമ്പോൾ പ്രധാന വാതിൽ പൊളിച്ച് ആരോ അകത്ത് കയറിയ നിലയിൽ കാണപ്പെട്ടു. അകത്ത് വിശദമായ പരിശോധന നടത്തിയിൽ അകത്തുള്ള മുഴുവൻ റൂമുകളും പൊളിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട്. സാധന സാമഗ്രികളെല്ലാം പറക്കി വെളിയിലിട്ടിരിക്കുകയാണ്. അലമാരകളെല്ലാം പൊളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ കുറച്ചധികം പണവും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കുളത്തൂപ്പുഴ പോലീസ് ഇവിടെ എത്തി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. മറ്റ് വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വലിയ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ 2 മാസം സഹോദരിയുടെ 1 മാസം ഗോകുലം ഹോസ്പിറ്റലിലും 1 മാസം അനന്തപുരി 5 മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. 2 മാസം കൊണ്ട് എൻ്റെ മൂത്ത സഹോദരിയുടെ വീട്ടിൽ അരിപ്പിലെ താമസമാണ്. അപ്പോൾ അവിടുത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ യാദൃശ്ചിയാൽ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ വീട്ടിലോട്ട് വന്നിട്ട് വണ്ടിയുടെ ചാവി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് സിറ്റൗട്ടിൽ വന്നിട്ട് കഴിഞ്ഞ് കഥ അത് വലിയ വെറുതെ ലോക്കിലൊന്ന് പിടിച്ചപ്പോഴത്തേക്കിന് ലോക്ക് ഇളകിയ അങ്ങനെ ആ സംഭവം അകത്ത് അങ്ങനെ അപ്പം പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഥ എന്താ ഇങ്ങനെ വായിപ്പോയി പെട്ടെന്ന് നോക്കിയപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കിന് ഡോറെല്ലാം തുറന്നിടാനായിട്ട് പറയുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വലിച്ചു വാരി